പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല പകൽക്കാലത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ത്യയിൽ വൈകിട്ടാണ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പൊ ഇന്നത്തെ ദൈവവചന ഭാഗം റൈറ്റ്ലി ഡിവൈഡിങ് ദ ഹീബ്രു എപ്പിസ്റ്റൽസ്. ഹീബ്രു ലേഖനങ്ങളെ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനങ്ങളെ ശരിയായിട്ട് നമ്മൾ വിഭജിച്ച് പഠിക്കുകയാണ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനങ്ങൾ എന്ന് പറയുമ്പോൾ ബൈബിൾ പുതിയ നിയമത്തിന്റെ എബ്രായർക്ക് എഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് പുസ്തകം വരെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ആ ഒരു പുസ്തകങ്ങളെ ക്രമമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ വരെയുള്ള ലേഖനങ്ങളിൽ തമ്മിലുള്ള വ്യത്യാസങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ പുതിയ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ മത്തായി സുവിശേഷം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷം മുതൽ ആണ് പുതിയ നിയമം ആരംഭിക്കുന്നത് എന്ന് നമ്മൾ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നതും. നമ്മൾ ആരാണെങ്കിലും ബൈബിൾ തുറക്കുമ്പോൾ ഫ്രണ്ടിൽ, ന്യൂ ടെസ്റ്റ്മെന്റിന്റെ ഫ്രണ്ടിൽ എഴുതിയിരിക്കുന്നത് എന്തുവാ, ന്യൂ ടെസ്റ്റ്മെന്റ്, പുതിയ നിയമം എന്നിട്ട് ആരംഭിക്കുന്നത് നമ്മുടെ മത്തായി, മർക്കോസ് മുതൽ ഇങ്ങനെ ആരംഭിക്കുന്നത് കൊണ്ട് നമ്മളെല്ലാവരും ചെറുപ്പം മുതൽ ധരിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം മുതലാണ് ഈ പുതിയ നിയമം ആരംഭിക്കുന്നത് എന്നാണ്. എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ, അതായത് അതിന്റെ ഇന്റേർണൽ എവിഡൻസ് എന്ന് പറയും, അതായത് ദൈവവചനത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഈ ടെസ്റ്റേറ്ററിന്റെ മരണത്താലാണ് ന്യൂ ടെസ്റ്റ്മെന്റ് ആരംഭിക്കുന്നത് എന്ന്. അപ്പോൾ തന്നെ നമുക്കറിയാം, സുവിശേഷങ്ങളുടെ അവസാന ഭാഗത്തിലേക്കാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണവും മരണത്തെ കുറിച്ചൊക്കെ എഴുതി. അപ്പോൾ മത്തായി സുവിശേഷം ആദ്യ ഭാഗം മുതൽ പുതിയ നിയമം ആരംഭിക്കുന്നില്ല. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അടുത്ത ക്ലാസ്സിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സുവിശേഷ ഭാഗങ്ങളും അപ്പോസ്തല പ്രവൃത്തി ആദ്യ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന സുവിശേഷവും പൗലോസ് അപ്പോസ്തലന് കർത്താവ് നൽകിയ സുവിശേഷവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ കുറിച്ചാണ്. അതായത് മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, അതിൽ പറഞ്ഞിരിക്കുന്ന സുവിശേഷം രക്ഷ, ശുദ്ധീകരണം, പ്രതിഫലം എങ്ങനെയാണ് റോമർക്കെഴുതിയ ലേഖനം മുതൽ ഫിലേമോൻ വരെയുള്ള ലേഖനങ്ങളിൽ പൗലോസ് അപ്പോസ്തലന് ലഭിച്ച, ദൈവത്തിൽ നിന്ന് ലഭിച്ച അരുളപ്പാടുകളിൽ ഉള്ള വ്യത്യാസം നമ്മൾ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കുമ്പോൾ പിന്നീട് ഈ ന്യൂ ടെസ്റ്റ്മെന്റ് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാകും. നമുക്ക് നോക്കാം 4 സുവിശേഷ കാലഘട്ടവും കൃപയുടെ കാലഘട്ടവും തമ്മിലുള്ള വ്യത്യാസം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 4 ഗോസ്പൽ പീരിയഡ് ആൻഡ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. ഈ 4 സുവിശേഷത്തിന്റെ ആ ഒരു കാലഘട്ടം, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ ഭൂമിയിൽ ഉള്ള ശുശ്രൂഷ സമയം, കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചതും 12 അപ്പോസ്തലന്മാർ പഠിപ്പിച്ച കാര്യങ്ങൾ, ആ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് പഠിക്കാം. ഈ 4 സുവിശേഷങ്ങളിൽ അനേക പ്രവചനങ്ങൾ നിറവേറുന്നുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജന്മം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപരഹിതമായ ജീവിതം, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ, ഇസ്രായേൽ മക്കൾ സ്വന്തം ജനം തള്ളിക്കളയുന്നതും ക്രൂശീകരണവും മരണവും, യേശു ക്രിസ്തുവിന്റെ അടക്കവും 3-ാം ദിവസം ഉള്ള ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചൊക്കെ ചില വേദ പണ്ഡിതന്മാർ പറയുന്ന ഓൾമോസ്റ്റ് 300ഓളം പ്രവചനങ്ങളാണ് കർത്താവിനെ കുറിച്ചുള്ളത്. പ്രവചനങ്ങളാണ് ഈ സുവിശേഷത്തിന്റെ ഈ 4 സുവിശേഷങ്ങളിൽ നിറവേറിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ പഠിക്കണം, ഈ വ്യത്യാസം ശരിക്കും നമ്മൾ പഠിക്കുമ്പോൾ
The church during the 4 gospel and acts, ഈ സുവിശേഷങ്ങളുടെ ആ കാലയളവിൽ ഉണ്ടായിരുന്ന സഭ കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ച സഭയാണ്. മത്തായി സുവിശേഷം 16 അധ്യായം 18 ലൂക്കോസ് 12:32 അപ്പോസ്തല പ്രവൃത്തി 2:46 നമുക്ക് വായിക്കാം. നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ലൂക്കോസ് 12:32. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 2:46. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ നോക്കണേ, കർത്താവായ യേശു ക്രിസ്തു ആരംഭിച്ച ചെറിയ കൂട്ടം സഭ, ചെറിയ ആട്ടിൻകുട്ടികളെ, ഭയപ്പെടാതെ നിങ്ങൾക്ക് പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ അവരുടെ പ്രതിഫലം എവിടാണ്? ഈ ഭൂമിയിലാണ്, രാജ്യമാണ് പ്രതിഫലം. അത് തന്നെയല്ല, കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത്. സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഉണ്ടാകണം എന്നുള്ള കാര്യം, ഇല്ലേ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ്ത് നാളിന് ശേഷം പത്രോസ് അപ്പോസ്തലൻ വചനം പ്രസംഗിച്ചപ്പോൾ അനേക യഹൂദന്മാർക്ക് ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ രക്ഷിക്കപ്പെടുവാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ ഒരു സുവിശേഷം പറയുന്നുണ്ട്. അത് കേട്ട് രക്ഷിക്കപ്പെട്ടവർ ജലസ്നാനം എടുത്ത് കർത്താവ് സഭയോട് കൂട്ടിച്ചേർത്തോണ്ടിരുന്നു. kept on adding to the church. ഏത് വസ്തുവിനോടും കൂട്ടിച്ചേർക്കണമെങ്കിൽ ആ വസ്തു മുൻപേ നിലവിൽ ഉണ്ടായിരിക്കേണ്ടതായിരിക്കണം, ഇല്ലേ? അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1-ാം അധ്യായത്തിൽ ഒരു സഭയുടെ ആരംഭം നമ്മൾ അവിടെ കാണുന്നില്ല. മറിച്ച് മുമ്പുണ്ടായതിനോട് വിശ്വാസികളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ് ദിവസം ഒരു സഭയും ആരംഭിക്കുന്നില്ല. നിലവിലുണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചെറിയ കൂട്ടം ആ സഭയോട്, ആ സഭ എന്നുള്ള വാക്കിന്റെ അർത്ഥം വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടായ്മ. ഇത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കൾ പുറത്തു വന്നപ്പോൾ അവരെയും തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ മരുഭൂമിയിലെ സഭ എന്നാണ്, അല്ലെ? വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടം, കോൺഗ്രിഗേഷൻ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അപ്പോസ്തല പ്രവൃത്തി പെന്തക്കോസ് നാളിൽ നിലവിലുണ്ടായിരുന്ന ചെറിയ കൂട്ടത്തോട് ദൈവം പത്രോസ് അപ്പോസ്തലന്റെ വചനം കേട്ടവരെ, വിശ്വസിച്ചവരെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത്. ഇന്ന് പലരും കരുതിയിരിക്കുന്നത് പെന്തക്കോസ് നാളിലാണ് സഭ ആരംഭിച്ചത് എന്ന്. അല്ല. എന്നാൽ റോമർക്കെഴുതിയ ലേഖനം മുതൽ എഫേസ്യർക്കെഴുതിയ ഫിലെമോൻ എഴുതിയ ലേഖനം വരെ നാം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, കൃപായുഗത്തിലെ സഭ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നൊരു മർമ്മമായിരുന്നു. അത് മുൻകാലങ്ങളിൽ ആരോടും വെളിപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വായിക്കാം എഫേസ്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 4-6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. അപ്പോസ്തല പ്രവൃത്തി 1, 2, 3 ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പത്രോസ് അപ്പോസ്തലൻ യഹൂദരെയാണ് സംവദിക്കുന്നത്. യഹൂദരോടാണ് പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിക്കുന്നത്. മറ്റൊരു കാര്യം കൂടെ, മറ്റ് മതജാതികളിൽ നിന്ന് യഹൂദ മതാനുസാരികളായവരോടും പത്രോസ് പ്രസംഗിക്കുന്നുണ്ട്. പ്രോസലൈറ്റ്സ്, 2 കൂട്ടം ആൾക്കാരാണ് പത്രോസിന്റെ മുൻ ഓഡിയൻസ് ആയിട്ടുള്ളത്.
ഒന്ന് ജന്മനാൽ യഹൂദർ, രണ്ട് യഹൂദ മതാനുസാരികൾ, മറ്റ് ജാതികളിൽ നിന്ന് യഹൂദ മതം സ്വീകരിച്ച് അവർ അഗ്രചർമ്മം ചെയ്ത മോശയുടെ ന്യായപ്രമാണം പ്രമാണം ജീവിക്കുന്നവരെ ആണ് പത്രോസ് അപ്പോസ്തല പ്രവൃത്തിയിൽ അവരുടെ പ്രേക്ഷകർ, പത്രോസിന്റെ പ്രേക്ഷകർ. എന്നാൽ കൃപായുഗത്തിൽ ജാതികളെന്നോ യവനെന്നോ യഹൂദനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒന്നും ഭേദമന്യേ കർത്താവിന്റെ കൃപയുടെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് ഇവരെല്ലാരും ക്രിസ്തുവിന്റെ ഏക ശരീരമായി മാറുകയാണ്. ഇതിനാണ് പറയുന്നത് കൂട്ടായ്മയുടെ മർമ്മം. ഇതൊരു മർമ്മമായിരുന്നു. അടുത്തത് കൃപായുഗത്തിലെ സഭ, അതായത് ജാതികളും യഹൂദരും രണ്ടിനെയും ഒന്നാക്കിയ ആ ഒരു കൂട്ടത്തെ തിരുവചനത്തിൽ പുതിയ മനുഷ്യൻ എന്നാണ് വിളിക്കുന്നത്. എഫേസ്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 14 തൊട്ട് 16 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എഫേസ്യർ 2:14 തൊട്ട് 16 വരെ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത് സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും തന്നെ. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ എഴുതിയിരിക്കുന്ന മേക്ക് ഇൻ ഹിംസെൽഫ് ഓഫ് ട്വൈൻ, രണ്ട് പക്ഷത്തെയും ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി, ഇവർ തമ്മിൽ സമാധാനവും ആക്കി, വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളയുകയുണ്ടായി. ഇതെല്ലാം ക്രൂശിനാലാണ് സംഭവിച്ചത്. അപ്പോൾ നോക്കണം, കിങ് ജെയിംസ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ബൈ ദ ക്രോസ് എന്നാണ്. ഈ ബൈ കിങ് ജെയിംസ് ബൈബിളിൽ മാത്രമാണുള്ളത്. ബാക്കി എല്ലാ ഇംഗ്ലീഷ് ബൈബിളും അറ്റ് ദ ക്രോസ് എന്നാക്കി. അറ്റ് എന്ന് പറയുമ്പോൾ ക്രൂശ് മരിച്ചു ആ സമയം തന്നെ വേർപാടിന്റെ നെടുച്ചുവർ ഇടിച്ചു കളഞ്ഞു ക്രൂശിൽ വെച്ച്. ക്രൂശിൽ വെച്ച് സംഭവിച്ചില്ല, പക്ഷെ ക്രൂശിനാലാണ്. അതിന്റെ അർത്ഥം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ക്രൂശിക്കപ്പെട്ടതിന് ശേഷം വരെയും അതിനുശേഷവും നമ്മൾ നോക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലനും 12 ശിഷ്യന്മാരും ജാതികളുടെ ഇടയിൽ സുവിശേഷവുമായിട്ട് പോയിട്ടില്ല, അല്ലേ? അപ്പോൾ അന്നേരവും ഈ നടുച്ചുവർ എന്ത് ചെയ്യുന്നുണ്ട്? നിലവിലുണ്ട്, ഇല്ലേ? അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തിലും നോക്കണേ, യാക്കോബ് അപ്പോസ്തലൻ പൗലോസിനെ പറഞ്ഞു കാണിക്കുന്നത് എന്തുവാണ്? നോക്ക് സഹോദര, എത്രയോ അനേക യഹൂദ വിശ്വാസികൾ ഉണ്ട്, ഇവരെല്ലാവരും വിശ്വസിക്കുന്നു കർത്താവിൽ, അപ്പോൾ തന്നെ ഇവർ ന്യായപ്രമാണം പാലിക്കാൻ താല്പര്യരുമാണ്. കണ്ടില്ലേ? എപ്പോഴും ആ സമയത്തും ഈ നടുച്ചുവർ എന്ത് ചെയ്തിട്ടില്ല? വേർപാടിന് നടുച്ചുവർ നീങ്ങിപ്പോയിട്ടില്ല. കർത്താവ് ക്രൂശിൽ നീക്കി, പക്ഷേ അതിന്റെ വെളിപ്പാട് ആർക്കാണ് ലഭിച്ചത്? പൗലോസ് അപ്പോസ്തലനാണ് ലഭിച്ചത്, ഇല്ലേ? അപ്പോൾ നോക്കണേ, പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളത്തിൽ നിന്ന് മുകളിലോട്ട് പൊക്കുമ്പോൾ നമ്മളൊരു പുതിയ മനുഷ്യനായിട്ട്. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുതിയ മനുഷ്യൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സഭ, ആ കൂട്ടായ്മ. ഏത് കൂട്ടായ്മ? യഹൂദനും ജാതിയും എന്ന വ്യത്യാസമില്ലാതെ ഉള്ള ആ ഒരു സഭയാണ് ഇവിടെ പുതിയ മനുഷ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാക്യം വളരെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 5:17 കൃപായുഗത്തിലെ സഭയെ ഒരു പുതിയ സൃഷ്ടി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ പഠിപ്പിച്ചതൊക്കെ ചെറുപ്പത്തിലൊക്കെ പഠിപ്പിച്ചിരിക്കുന്നു പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെടുന്നത് സ്നാനത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? നമ്മുടെ മൈൻഡിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജലസ്നാനം എടുത്ത് മുക്കി
പൊക്കി കഴിയുമ്പോൾ നമ്മുടെ പഴയ മനുഷ്യനെല്ലാം എന്ത് ചെയ്തു? മാറി. പഴയതെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പൊ എല്ലാം പുതിയതാണ്. അപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, സ്നാനപ്പെട്ടതിന് ശേഷവും എന്താ പഴയ ഓർമ്മകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, പഴയ ചിന്തകളൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ, പഴയ ആഗ്രഹങ്ങള്, തെറ്റായ ആഗ്രഹങ്ങളും എല്ലാം ഇപ്പോഴും ഉണ്ടല്ലോ എന്നാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഇവിടെ പുതിയ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ കുറിച്ചല്ല, മറിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ, മുമ്പ് നമ്മൾ പഠിച്ചത് ന്യൂ മാൻ, പുതിയ മനുഷ്യൻ ഉദ്ദേശിച്ച സഭയ, ജാതികളും യഹൂദരും ഒരുമിച്ച് ഭേദമന്യേ ഒരുമിച്ച് ക്രിസ്തുവിൽ ഒരു ശരീരമായിരിക്കുന്ന ആ പുതിയ മനുഷ്യനെ തന്നെയാണ് ഇവിടെ പുതിയ സൃഷ്ടി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പഴയതൊക്കെ കഴിഞ്ഞു പോയല്ലോ എന്ന് എഴുതിയിരിക്കുന്ന കാര്യം അതെന്തുവാണ്? പഴയതുള്ളത് കഴിഞ്ഞുപോയി. നമ്മുടെ പഴയ അവസ്ഥ എന്തോ ആയിരുന്നു? നമ്മൾ ആദാമിലായിരുന്നു, ഇല്ലേ? ദൈവം, നമ്മൾ സത്യവചനം കേട്ട് വിശ്വസിച്ച മാത്രമേ പിതാവായ ദൈവം ആദാമിൽ നിന്ന് നമ്മളെ എടുത്ത് തന്റെ പുത്രന്റെ വെളിച്ചത്തിന്റെ പ്രകാശത്തിന്റെ രാജ്യത്തിൽ ആക്കി തീർന്നു. നമ്മൾ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിലായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിന് അധീനനായി ജനിച്ച് പ്രവർത്തിച്ച് ന്യായപ്രമാണത്തിന് കീഴിൽ മരിച്ച് നമ്മളെ ന്യായപ്രമാണത്തിന്റെ ശാപത്തിന് കീഴിൽ നിന്ന് നമ്മളെ എന്നേക്കുമായി വിടുവിച്ച്. കണ്ടോ, പഴയത് കഴിഞ്ഞുപോയി. അല്ലാതെ എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റമല്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ, ഈ പാപശരീരത്തിൽ നമ്മൾ ആയിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ ഹൃദയത്തിൽ ഒരു ഞരക്കമുണ്ട്, കർത്താവെ എന്നാണ് നീ എൻ്റെ ശരീരത്തെ വീണ്ടെടുക്കുന്നത്, ഇല്ലേ? കർത്താവിന്റെ രഹസ്യ വരവെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും പുതിയ ശരീരം ലഭിക്കും, ക്രിസ്തുവിനെ പോലെ ഉള്ള ശരീരം നമുക്ക് ലഭിക്കും. അതാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ നാൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വാക്യം അനേകർ ദുരുപയോഗം ചെയ്യും. ചില പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഈ ഒരു വാക്യം വായിക്കും, പഴയതെല്ലാം കഴിഞ്ഞു, എല്ലാം പുതിയതായി. നിങ്ങളുടെ പഴയതെല്ലാം കഴിഞ്ഞോ? ഇങ്ങനൊക്കെ ചോദിക്കാറുണ്ട്, അല്ലേ? പക്ഷെ അതല്ല ഇവിടെ പുതിയ സഭയെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സുവിശേഷം. ഏത് സുവിശേഷമാണ് ഈ 4 സുവിശേഷങ്ങളുടെ കാലഘട്ടത്തിലും അപ്പോസ്തല പ്രവൃത്തിയുടെ കാലഘട്ടത്തിൽ പ്രസംഗിച്ചിരുന്നത് എന്ന് നോക്കണം. നമ്മുടെ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു, സ്വർഗരാജ്യം സമീപമായിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുക. അത് തന്നെ യേശു ക്രിസ്തുവും പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങി എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ന്റെ 38-ഉം 39-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതാണ് സുവിശേഷം. റിപ്പന്റ് ആൻഡ് ബി ബാപ്റ്റൈസ്ഡ് every one of you in the name of Jesus Christ for the remission of sins, and ye shall receive the gift of Holy Spirit. അതിന്റെ അപ്പോൾ ഇതൊരു പ്രവൃത്തിയുടെ ഒരു രക്ഷാമാർഗമാണ്, അല്ലേ? ഇത് തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു പ്രസംഗിച്ചത്. ഇതേ കാര്യമാണ് ശിഷ്യന്മാരോടും പഠിപ്പിച്ചത്. ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, നിങ്ങൾ അന്യജാതികളുടെ അരികിൽ പോകല്ലേ, സമരിയ പട്ടണത്തിലേക്ക് പോകരുത് എന്നൊക്കെ പഠിപ്പിച്ച് വിടുകയുണ്ടായി. അപ്പോൾ ഇതിന്റെ 39-ാമത്തെ വാക്യം പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വാക്യമാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ച് വരുത്തുന്ന ദൂരസ്ഥരായ ഏവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 39-ാമത്തെ വാക്യം ജാതികളായ നമ്മളെ കുറിച്ചാണ്, അന്യജാതികൾ ആയ നമ്മളെ കുറിച്ചാണ് എന്നാണ് പലരും പഠിപ്പിക്കുന്നത്. പക്ഷേ നമ്മൾ യെശയ്യാ 11-ാം അധ്യായം 11 തൊട്ട് 12-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ യെശയ്യാ 11
11 തൊട്ട് 12 വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മഹോപദ്ര കാലത്തിന്റെ അവസാന ഭാഗത്തേക്ക് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു തന്നെ ചിതറിപ്പോയ യഹൂദരെ ഒരിക്കൽ കൂടി വിളിച്ച് ചേർക്കും. ആ കാര്യത്തെ കുറിച്ചാണ് ഈ 39 വാക്യം. നമ്മൾ മലയാളത്തിൽ നിന്ന് വായിക്കാം. അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂഷിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ 2-ാം പ്രാവശ്യം കൈനീട്ടും. അവൻ ജാതികൾക്ക് ഒരു കൊടി ഉയർത്തി ഇസ്രായേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും ഒന്നിച്ചു കൂട്ടുകയും ചെയ്യും. Praise the Lord. ആ വാക്യം നമ്മൾ മനസ്സിലാക്കണം. കേട്ടോ, കാരണം ആൾക്കാർ പറയും, അല്ല, പത്രോസിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ, പത്രോസ് പ്രസംഗിച്ച സുവിശേഷം ദൂരസ്ഥരായ നമുക്കും ഇന്ന് അത് റെലവെന്റ് ആണെന്ന്, ബാധ്യതാണെന്ന് അവർ പ്രസംഗിക്കുമ്പോൾ ആക്ച്വലി അതല്ല. അതും ഈ 39 വാക്യവും ആരെ സംബന്ധിച്ചാണ്? യഹൂദരെ സംബന്ധിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് മുൻപോട്ട് പോകാം. എന്നാൽ കൃപയുടെ സുവിശേഷം, കൃപയുടെ യുഗത്തിലെ സുവിശേഷം വ്യത്യസ്തമാണ്. നമുക്കറിയാം 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 3-4. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഈ സുവിശേഷ, അതായത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിലുള്ള ആശ്രയമാണ് നമ്മുടെ രക്ഷയുടെ സുവിശേഷം. ഇതിനകത്ത് പ്രവൃത്തിയില്ല, വിശ്വാസം കൊണ്ട് മാത്രം നമ്മൾ കർത്താവിന്റെ കൃപാദാനത്താൽ നാം എന്നേക്കുമായി രക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ തന്നെ നോക്കണം, നമ്മുടെ ശുദ്ധീകരണം എപ്പോഴാണ് നടക്കുന്നത്? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് കിങ് ജെയിംസ് ബൈബിൾ വായിക്കുമ്പോഴാണ് അതിന്റെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാകുന്നത്. നോക്കണേ, ആൻഡ് സച്ച് വർ സം ഓഫ് യു ബട്ട് യു ആർ വാഷ്ഡ്. കണ്ടോ, പാസ്റ്റ് ടെൻസിലാണ്. നാം കഴുകപ്പെട്ടിരിക്കുന്നു. ബട്ട് യീ ആർ സാങ്ക്ടിഫൈഡ്. നമ്മളെ കർത്താവ് വേർതിരിച്ചിരിക്കുന്നു. ബട്ട് യീ ആർ ജസ്റ്റിഫൈഡ്. നമ്മളെ നീതീകരിച്ചിരിക്കുന്നു. In the name of Lord Jesus Christ and by the Spirit of God. യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവുമാണ് നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് വേർതിരിച്ച് നീതീകരിക്കുന്നത്. അതേസമയം മലയാളം ബൈബിളിൽ എങ്ങനെയാ? നമ്മളെ തന്നെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ടാണ് മാറ്റിയിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായ പ്രിയമുള്ളവരെ, ഈ വാക്യത്തിന്റെ കിങ് ജെയിംസ് ബൈബിൾ നമ്മൾ റെഫർ ചെയ്യേണ്ട അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാകുന്നുണ്ടോ? ഇത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, ഇത് കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നോക്കണേ, അപ്പോൾ എങ്ങനെയാണെങ്കിലും നമ്മുടെ ശുദ്ധീകരണം, നമ്മളെല്ലാവരും ശുദ്ധീകരിക്കപ്പെട്ടവരാ, നീതീകരിക്കപ്പെട്ടവരാ, വേർതിരിക്കപ്പെട്ടവരാ, കഴുകപ്പെട്ടവരാ, അല്ലെ? ഇൻ ദ പാസ്റ്റ് ടെൻസ് വിശ്വാസിച്ച് മാത്രമേ നമുക്ക് ഈ ശുദ്ധീകരണം ലഭിച്ചിരിക്കുക. അതേസമയം ഇസ്രായേൽ മക്കളുടെ അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളിൽ കാണുന്ന ആ ചെറിയ കൂട്ടം സഭയും അവരുടെ ആ പഴയ നിയമ വിശുദ്ധന്മാരും അവരുടെ ഒക്കെ ശുദ്ധീകരണവും ഇസ്രായേലിന്റെ പാപക്ഷമയൊക്കെ എപ്പോഴാണ് യഥാർത്ഥമായിട്ട് പ്രവൃത്തിയിലേക്ക് വരുന്നത്? സക്കറിയ പ്രവചനം 13-ാം അധ്യായം 1 തൊട്ട് 2 വരെ വായിക്കാം. അന്നാളിൽ ദാവീദ് ഗൃഹത്തിനും യെരൂശലേം നിവാസികൾക്കും പാപത്തിന്റെയും മാലിന്യത്തിന്റെയും പരിഹാരത്തിനായി ഒരു ഉറവ് തുറന്നിരിക്കും. അന്നാളിൽ ഞാൻ ദേശത്ത് നിന്ന് വിഗ്രഹങ്ങളുടെ പേർ ഇല്ലാതാക്കും, ഇനി അവയെ ഓർക്കുകയുമില്ല. ഞാൻ പ്രവാചകന്മാരെയും മലിനാത്മാവിനെയും ദേശത്ത് നിന്ന് നീക്കിക്കളയും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ എന്നാണ് ഈ അന്നാളിൽ?
ഈ സക്കറിയ പ്രവചനം 13-ാം അധ്യായം 1-2 വാക്യം കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യവരവ്, അതായത് തേജസ്സോടുകൂടി വരുന്നത്, രണ്ടാം വരവ് ഒലിവ്മലയിലേക്ക് കടന്നു വരുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് അവരുടെ ശുദ്ധീകരണം, ഇസ്രായേലിന്റെയും ദാവീദ് ഗൃഹത്തിന്റെയും ശുദ്ധീകരണം നടക്കുന്നത്. എന്നാൽ നമ്മുടെയോ ഈ കൃപായുഗത്തിൽ നാം ഓരോരുത്തരും മുമ്പ് പറഞ്ഞ പോലെ വിശ്വസിച്ച് മാത്രമേ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്, അല്ലെ? നമ്മൾ അടുത്തത് കർത്താവായ യേശുക്രിസ്തു സുവിശേഷങ്ങളിൽ വിശ്വാസികളോട് പറഞ്ഞ എന്താണ്? എന്നാൽ അവസാനത്തോളം സഹിച്ച് നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും, ഇല്ലേ? എന്നാൽ 1 കൊരിന്ത്യർ 1:18 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, കിങ് ജെയിംസ് ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ for the preaching of the cross is to them that perish foolishness, but unto us which are saved it is the power of God. മനസ്സിലായോ? സേവ്ഡ് എന്നാണ്, രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരല്ല. അപ്പൊ മലയാളത്തിൽ അതെന്തൊരു രക്ഷ എന്തായി? ഒരു പ്രക്രിയയായി, ഒരു പ്രോസസ്സായി മാറ്റുക. പക്ഷെ കിങ് ജെയിംസ് ബൈബിൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച അരുളപ്പാടിൽ എന്തുവാണ്? രക്ഷ പൂർത്തിയായിരിക്കുന്ന കാര്യമാണ്. വിച്ച് ആർ സേവ്ഡ് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗാഡ്. അപ്പൊ നമ്മൾ ആരും അവസാനം വരെ പിടിച്ചു നിന്നേലേ നമ്മൾ സ്വർഗത്തിൽ പോകുന്നല്ല, നമ്മുടെ രക്ഷ കർത്താവ് ഉറപ്പാക്കി നൽകിയിരിക്കുകയാണ്, അല്ലേ? എത്ര അനുഗ്രഹവും എത്ര ആശ്വാസത്തിന്റെയും കാരണമാണ്. ഈ നമ്മുടെ അടുത്ത് ഒരു സഹോദരന്റെ അനുഭവം ഇങ്ങനെ പറയുകയുണ്ടായി. ആ ബ്രദർ രക്ഷാഭദ്രതയെ ഏറ്റവും അധികം എതിർക്കുന്ന ഒരാളാണ്. അപ്പൊ അത് പുള്ളിക്കാരന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന, പുള്ളിക്കാരന്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടപ്പോൾ പാസ്റ്റർ പറഞ്ഞായിരുന്നു, അവസാനം വരെ പിടിച്ചു നിന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളൊരു ഉപദേശമാണ് പുള്ളിക്കാരന് കൊടുത്തത്. അപ്പൊ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം നടന്നപ്പോൾ പുള്ളിക്കാരൻ ആകെ അങ്ങ് നിരാശനായി അയ്യോ, ഏതായാലും എൻ്റെ രക്ഷ നഷ്ടപ്പെട്ടു പോയല്ലോ, വളരെ നിരാശനായി. എന്നാൽ ഞാൻ ഇനി പോയിച്ച് കള്ളൊക്കെ കുടിക്കാൻ പോവുക, ഏതായാലും രക്ഷ നഷ്ടപ്പെട്ടു പോയി. പുള്ളിക്കാരൻ ഇഷ്ടംപോലെ കള്ളൊക്കെ കുടിച്ച് ഒടുവിൽ പോയി ആത്മഹത്യ ചെയ്ത് കളഞ്ഞു, ഒടുവിൽ പോയി മരിക്കുകയുണ്ടായി. എന്തുകൊണ്ടാ? ശരിയായ ദൈവവചനം നന്നായി പഠിച്ചില്ലെങ്കിൽ വളരെ ഡേഞ്ചറസ് കോൺസിക്വൻസസ് ഉണ്ടാകാൻ ഇടയാകും. അപ്പോൾ നമ്മുടെ ഭദ്രത സുരക്ഷിതമാണ്, രക്ഷ സുരക്ഷിതമാണ്. എന്നാൽ ഈ 4 സുവിശേഷങ്ങളുടെ സമയത്തും 12 അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിലും അത് ആ ചെറിയ കൂട്ടം വിശ്വാസികൾക്കും അവരുടെ രക്ഷ ഉറപ്പല്ല, അവസാനം വരെ പിടിച്ചു നിൽക്കണം. നമ്മൾ ആ വിഷയത്തെ കുറിച്ച് അധികം പഠിക്കാം. ഹെബ്രായർക്കെഴുതിയ ലേഖനം മുതൽ വെളിപ്പാട് വരെ നമ്മൾ വാക്യങ്ങൾ എടുത്ത് പഠിക്കുമ്പോൾ. ഇനി അടുത്തത്, ഈ 4 സുവിശേഷങ്ങളും കിങ്ഡം സെയിൻസിനും 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. എന്നാൽ കൃപായുഗത്തിലെ സഭയ്ക്ക് ഒരൊറ്റ അപ്പോസ്തലനേ ഉള്ളൂ. റോമർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ For I speak to you Gentiles, inasmuch as I am the apostle of the Gentiles, I magnify my office. എന്നാൽ ജാതികളായ നിങ്ങളോട് ഞാൻ പറയുന്നത്, ജാതികളുടെ അപ്പോസ്തലനായിരിക്കയാൽ ഞാൻ എന്റെ സ്വജാതിക്കാർക്ക് വല്ലവിധേനയും സ്പർദ്ധ ജനിപ്പിച്ച് അവരിൽ ചിലരെ രക്ഷിക്കാമെങ്കിലോ എന്ന് വെച്ച് തന്നെ ഞാൻ എന്റെ ശുശ്രൂഷയെ പുകഴ്ത്തുന്നു. കണ്ടോ, കർത്താവായ യേശുക്രിസ്തു പൗലോസ് അപ്പോസ്തലനെ വിളിച്ച് വേർതിരിച്ചിട്ട് പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞു കൊടുക്കുക, പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ഏത് വിധമാണെന്ന്, ഇല്ലേ? അത് ജാതികൾക്ക് വേണ്ടി ഉള്ള അപ്പോസ്തലൻ. എന്നാൽ ഇസ്രായേലിന് 12 ഗോത്രങ്ങളുണ്ട്, 12 അപ്പോസ്തലന്മാരുണ്ട്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അവർ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമ്പോൾ അവർ 12 സിംഹാസനത്തിൽ ഇരുന്ന് കർത്താവിനോട് കൂടെ ഇസ്രായേലിനെ ന്യായം വിധിക്കുമെന്നു. അവരുടെ പ്രതിഫലം ഈ ഭൂമിയിലാണ്. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിൽ നിന്നാണ് ബാക്കിയുള്ള
പുതിയ നിയമസഭ അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ സഭയിലെ അപ്പോസ്തലന്മാർക്കും ശിഷ്യന്മാർക്കും ആ ദൈവിക മർമ്മം വെളിപ്പെട്ട് വന്നത്. ആദ്യം അത് പൗലോസിന്, പിന്നീട് പൗലോസിൽ നിന്ന് ബാക്കിയുള്ളവർക്ക്. അവരുടെ പ്രതിഫലം വ്യത്യസ്ത സ്ഥലങ്ങളിലാണ്. 4 സുവിശേഷങ്ങളിൽ കാണുന്ന ചെറിയ കൂട്ടം സഭയും മഹോപദ്രവത്തിൽ കൂടി കടന്നു വന്ന് വിശ്വാസത്തോടുകൂടി അവസാനം വരെ പിടിച്ചു നിന്ന് പുറത്തു വരുന്ന യഹൂദ ശേഷിപ്പിനും മഹോപദ്ര കാലത്ത് രക്തസാക്ഷിയായി പോകുന്ന യഹൂദ വിശ്വാസികൾക്കും അവരുടെ പ്രതിഫലങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിലാണ്. നമുക്കതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. നമ്മുടെ പ്രതിഫലം സ്വർഗത്തിലാണ്. അതായത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ കൃപായുഗത്തിലെ സഭയുടെ പ്രതിഫലം എവിടാണ്? സ്വർഗത്തിലാണ്. ഈ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 1-ാം വാക്യം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്ന് അറിയുന്നു. ഫിലിപ്പിയർ 3:20 നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:17 പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുവിൻ. അപ്പോൾ കൃപായുഗത്തിലെ സഭയുടെ പ്രതിഫലങ്ങൾ എല്ലാം സ്വർഗസ്ഥലങ്ങളിലാണ്. നമ്മുടെ നിത്യമായ വാസം സ്വർഗത്തിലാണ്, ഭൂമിയിൽ അല്ല. അതേസമയം യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 2-3 നമുക്കൊന്ന് വായിക്കാം. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഈ ഒരു വാക്യം പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ സ്വർഗത്തിലാണ് ചെറിയ കൂട്ടത്തിന്റെ അനുഗ്രഹം, അവരുടെ പ്രതിഫലം സ്വർഗത്തിലാണെന്നാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അല്ല, ഇതെന്തിനെ കുറിച്ചാണ് ഇത് പറയുന്നത്? ഇത് പറയുന്നത് പിതാവിന്റെ സന്നിധിയിൽ ഒരു പുതിയ യെരുശലേം സ്വർഗത്തിലുണ്ട്. അത് കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആർക്കും വേണ്ടി? ഈ ചെറിയ കൂട്ടം വിശ്വാസികൾ, പഴയ നിയമ വിശുദ്ധന്മാർ, മഹോപദ്രകാലത്തിൽ കൂടി കടന്നു വരുന്ന വിശുദ്ധന്മാർക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു പുതിയ യെരുശലേം പണിതുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. അടുത്ത വാക്യം വെളിപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം 2-3 16-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു. അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അപ്പോൾ മുമ്പത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടത് എന്തുവാണ്? കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് സ്ഥലത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് വേണ്ടി എന്നാണ് യോഹന്നാൻ 14:2-3 വരെയുള്ള വാക്യം. അപ്പൊ ഇവിടെ കണ്ടില്ലേ, വെളിപ്പാട് പുസ്തകത്തിൽ ഈ അലങ്കരിക്കപ്പെട്ട പുതിയ യെരുശലേം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ പറയുന്നത് എന്തോ, ആ വലിയ മഹാശബ്ദം എന്തോ കേട്ടത്, ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇത് സ്വർഗത്തിലാണ് പണിയപ്പെടുന്നത്, ഇപ്പോഴത് സ്വർഗത്തിലാണ്. എന്നാൽ ഈ നഗരം ഭൂമിയിലേക്ക് ഇറങ്ങി വരും. മനസ്സിലാകുന്നുണ്ടോ? അടുത്ത വാക്യം നമുക്ക് നോക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം
11 അധ്യായം 8 തൊട്ട് 10 വരെയുള്ള വാക്യം അബ്രഹാമിന്റെ ആ പ്രത്യാശ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, അബ്രഹാമിനെ കുറിച്ച് ഹെബ്രായർക്കെഴുതിയ ലേഖനക്കാരന് പറയുകയാണ്, എന്തോ അബ്രഹാം വാഗ്ദത്ത ദേശത്ത് ചെന്നപ്പോൾ കൂടാരങ്ങളിൽ തന്നെ പാർക്കാൻ തീരുമാനിച്ചു. കാരണം എന്താ? അബ്രഹാമിന് മനസ്സിലായി ഇതല്ല, ദൈവം തന്നെ ശില്പിയായൊരു നഗരമുണ്ട്, അടിസ്ഥാനങ്ങൾ ഉള്ള നഗരങ്ങളുണ്ട്. അതിനു വേണ്ടി അബ്രഹാം നോക്കി പാർത്തു. ഇതേത് നഗരമാ? സ്വർഗീയ യെരുശലേമിനെ കുറിച്ചാണ്, ഇല്ലേ? അതിന് 12 വലിയ കല്ലുകളാണ് അടിസ്ഥാനം. ഓരോ കല്ലുകളിലും 12 അപ്പോസ്തലന്മാരുടെ പേരാണ്. അതിൽ പൗലോസ് അപ്പോസ്തലന്റെ പേരുണ്ടോ? ഇല്ല. കാരണം പൗലോസ് അപ്പോസ്തലൻ കൃപയുടെ സുവിശേഷത്തിന്റെ ആരംഭത്തെ ഫസ്റ്റ് പേഴ്സൺ, ആദ്യത്തെ വ്യക്തിയാണ്. പൗലോസ് അപ്പോസ്തലൻ മുതൽ റാപ്ചർ വരെയുള്ള എല്ലാ വിശ്വാസികളുടെയും ബോഡി ഓഫ് ക്രൈസ്റ്റ് സഭയുടെ അംഗങ്ങളുടെ പ്രതിഫലം നിത്യസ്വർഗത്തിലാണ്, അല്ലേ? അപ്പോൾ ഇതെവിടാണ്? ഈ നഗരം അബ്രഹാമും നോക്കി പാർത്തിരുന്നതാണ്. ഇത് തന്നെയാണ് 1 പത്രോസ് 1 അധ്യായം 4 തൊട്ട് 5 വരെയുള്ള വാക്യത്തിൽ പത്രോസ് അപ്പോസ്തലൻ ഇത് തന്നെയാണ് പറയുന്നത്. നോക്കാം. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അപ്പോസ്തലനും പറയുന്നത് എന്താണ്? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തൊരു അവകാശം. അതേതാ? ഈ പുതിയ യെരുശലേമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നോക്കണേ, യേശുക്രിസ്തു പഠിപ്പിച്ചു, അബ്രഹാം മുൻ കണ്ടു, പത്രോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നു, വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ദർശനത്തിൽ കാണുന്നു. ഇതെല്ലാം എന്തുവാണ്? ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന പുതിയ യെരുശലേം. എന്നാൽ നമ്മുടേതോ നിത്യപാർപ്പിടം എവിടാ? സ്വർഗത്തിലാണുള്ളത്. യഹൂദരുടെ ഈ ഭൂമിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് അത് മനസ്സിലായി. അടുത്തത്, പുനരുദ്ധാനത്തിന് ശേഷം ഈ 2 കൂട്ടരും പോകുന്നത് 2 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കാണ്, അല്ലെ? 4 സുവിശേഷങ്ങളും പഴയ നിയമ വിശുദ്ധന്മാരും മഹോപദ്ര കാലത്തിൽ കൂടി കടന്നു വരുന്ന വിശ്വാസികളും അവരുടെ പുനരുദ്ധാനം ആകുമ്പോൾ, അതായത് റിസറക്ഷൻ ആകുമ്പോൾ അവർ മറ്റൊരു ഇടത്തേക്കാണ് പോകുന്നത്. എന്നാൽ കൃപയുടെ യുഗത്തിൽ ഉള്ള വിശ്വാസികൾ പുനരുദ്ധാനം പ്രാപിക്കുമ്പോൾ നാം പോകുന്ന മറ്റൊരിടത്തേക്കാണ്. നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. പഴയ നിയമ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം എപ്പോഴാണ് നടക്കുന്നത്? അതിനെക്കുറിച്ച് എഹെസ്കേൽ പ്രവചനം 37 അധ്യായം 12 തൊട്ട് 14 വരെയുള്ള വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കത് മലയാളത്തിൽ വായിക്കാം. അതുകൊണ്ട് നീ പ്രവചിച്ച് അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റി ഇസ്രായേൽ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്റെ ജനമേ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന് നിങ്ങളെ ശവക്കുഴിയിൽ നിന്ന് കയറ്റുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളിൽ ആക്കും. ഞാൻ നിങ്ങളെ സ്വദേശത്ത് പാർപ്പിക്കും. യഹോവയായ ഞാൻ അരുളി ചെയ്തത് നിവർത്തിച്ചുമിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തു എഹെസ്കേലിന് കൊടുക്കുന്ന പ്രവചനാത്മാവിൽ കൊടുക്കുന്ന ആലോചന എന്താണ്? ഞാൻ ഇസ്രായേൽ ഗൃഹത്തിന്റെ വിശുദ്ധന്മാരുടെ കല്ലറകളെ എന്ത് ചെയ്യും? തുറന്നിട്ട് എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്? അവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരും.
അവർക്ക് വാഗ്ദത്തം കൊടുത്ത് അവരുടെ സ്വദേശത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ അവരുടെ റിസറക്ഷൻ, കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവ്, അതായത് രഹസ്യവരവല്ല, പരസ്യമായി വരുമ്പോൾ ഒലിവ് മലയിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഒരു കാര്യം കുറിച്ച്, ആ സമയത്ത് എല്ലാ പഴയ നിയമ വിശുദ്ധന്മാരുടെയും മഹോപദ്രവകാലത്തിൽ രക്തസാക്ഷിയായവര് അവരുടെ ഒക്കെ കല്ലറകൾ തുറന്ന് ദൈവം അവരെ നേരെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? സ്വർഗത്തിലോട്ടാണോ? അല്ല, നേരെ ഇസ്രായേലിലേക്ക്, അബ്രഹാമിന് വാഗ്ദത്തം ചെയ്ത സ്വദേശം, അബ്രഹാമിനും അബ്രഹാമിന്റെ സന്തതികൾക്കും നിത്യവാസമായി നിത്യ അവകാശമായി കൊടുത്ത ആ ദേശത്തേക്കാണ് അവരെ കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ അതേസമയം നമ്മുടേതോ, നമ്മൾ വായിച്ച വാക്യങ്ങളെ ഏതാ? 2 കൊരിന്ത്യർ 5:1 എന്തുവാണ്? നമ്മുടെ നിത്യപാർപ്പിടം സ്വർഗത്തിൽ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:20 എങ്ങനെയാണ്? കർത്താവ് താൻ ഗംഭീരനാഥത്തോട് വരുമ്പോൾ നമ്മുടെ പൗരത്വം എവിടാണ്? സ്വർഗത്തിലാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗത്തിന്റെ നിവാസികളായിട്ടാണ് നമ്മൾ മാറുന്നത്, കൃപായുഗത്തിലെ വിശ്വാസികൾ. അത് തന്നെയല്ല 1 തെസ്സലോനിക്കർ 4:16, 17, 18 പറയുന്നത് ഇങ്ങനെ നാം കർത്താവിനോട് കൂടെ ഇരിക്കും. എവിടെ ഇരിക്കും? സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കും. എന്നിട്ട് പറയുന്നത്, ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ. ഈ ഒരു വചനം നമുക്ക് എന്തൊരു ആശ്വാസമായല്ലേ? അതേസമയം കഴിഞ്ഞ ദിവസം വളരെ ഏറെ വർഷങ്ങൾ കൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുകയുണ്ടായി, യഹോവയുടെ ദിവസത്തിനായി നമ്മൾ കാത്തിരിക്കണം എന്ന്. പക്ഷെ തിരുവചനം പറയുന്ന യഹോവയുടെ ദിവസം എങ്ങനത്തുള്ളതാ? അത് ഭയങ്കരവും കൂരിരുട്ടും അന്ധതമസ്സുമുള്ളതാണ് യഹോവയുടെ. അതിനു വേണ്ടിയാണോ നമ്മൾ കാത്തിരിക്കുന്നത്? അതാണോ നമുക്ക് ആശ്വാസം നൽകുന്നത്? അല്ല, മറിച്ച് നമുക്ക് ആശ്വാസം നൽകുന്നത് എന്താ? ഈ ഭൂമിയിൽ, ഈ ശരീരത്തിൽ നമുക്ക് അനേക കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. എന്നാൽ എന്നെ ചേർപ്പാൻ എൻ്റെ കർത്താവ് വേഗം വരും. വാനമേഘം വരും. നമുക്ക് പുതിയ ശരീരം, നമ്മുടെ ഈ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടും നിറഞ്ഞ ശരീരം കർത്താവ് ഒരൊറ്റ നിമിഷത്തിൽ മാറ്റി തന്റെ പോലൊരു ശരീരം നമുക്ക് നൽകും. അങ്ങനെ നാം യുഗായുഗങ്ങൾ നിത്യമായി കർത്താവിനോട് കൂടെ സ്വർഗസ്ഥലങ്ങളിൽ വാഴും. അപ്പോൾ മനസ്സിലാകുന്ന പ്രിയമുള്ളവരെ, 4 സുവിശേഷങ്ങളിലും ആ പറഞ്ഞിരിക്കുന്ന വിശ്വാസികളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവർ പോകുന്ന ഒരു മറ്റിടം, അതാണ് ഭൂമിയിൽ തന്നെ, ഇസ്രായേലിലേക്ക് വരും. അതേസമയം നമ്മളോ സ്വർഗത്തിലേക്ക് പോകും അല്ലെ? അടുത്ത കാര്യം മുമ്പേ നമ്മൾ വായിച്ചത് തന്നെയാണ്. ഈ പ്രസന്റേഷൻ പറയുന്നത്, ഈ സ്ലൈഡ് പറയുന്നത്, നമ്മൾ എറ്റേർണലി ഇൻ ഹെവൻ, സ്വർഗത്തിലാണ് നമ്മളെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു ഭാഗം ഇന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. എന്തുവാ? സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങളും അപ്പോസ്തല പ്രവൃത്തിയുടെ ആദ്യ ഭാഗം, അതായത് 1 തൊട്ട് 8 വരെ അധ്യായങ്ങളിൽ കാണുന്ന സഭ, ദ ലിറ്റിൽ ഫ്ലോക്ക് ചർച്ച്, അവർക്ക് ഉണ്ടായിരുന്ന ഉപദേശം, അവരുടെ വാഗ്ദത്തം, അവരുടെ സുവിശേഷം, അവരുടെ രക്ഷയുടെ ഉറപ്പ്, അവരുടെ പ്രതിഫലം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അവർ പോകുന്ന ഇടം ഒക്കെയും വ്യത്യസ്തമാണ്. പൗലോസ് അപ്പോസ്തലൻ കർത്താവ് കൊടുത്ത വെളിപ്പാട്, റോമർക്ക് എഴുതിയ ലേഖനം തൊട്ട് ഫിലെമോൻ വരെയുള്ള അധ്യായങ്ങളിൽ, പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ഈ കൃപായുഗത്തിൽ കൃപയാൽ രക്ഷിക്കപ്പെടുന്ന വ്യക്തികൾ, അവർക്ക് ഉള്ള പ്രതിഫലവും അവരുടെ നിത്യവാസ സ്ഥലവും വ്യത്യസ്തമാണ് എന്ന് നമുക്ക് ഈ കാര്യം നമുക്കൊന്ന് മനസ്സിലാക്കാൻ ഇടയായി. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, ഈ ഒരു കാര്യം, ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഹെബ്രായർക്ക് എഴുതിയ ലേഖനങ്ങൾ, അതായത് ഹെബ്രു തൊട്ട് വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ ഇടയാകും. അപ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വീഡിയോ ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. അതിനകത്ത് പുതിയ നിയമം എപ്പോഴാണ് ആരംഭിച്ചത്,
അത് ആരംഭിച്ചോ അതോ എപ്പോൾ ആരംഭിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലനെ പുതിയ നിയമത്തിന്റെ ഒരു ശുശ്രൂഷകനായി കർത്താവ് മാറ്റിയിരിക്കുന്നു, തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ചോദ്യങ്ങൾ